വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴനാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ 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 സ്ത്രീകൾ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെയും കൂടെ ആവശ്യമാണ്. ആണി അതിലൊരു തർക്കമില്ലല്ലോ. പുരുഷന്റെ ആധിപത്യം പല മേഖലകളിലും ഇന്നും തുടരുന്നു. ലക്ഷം കെട്ടേറ്റിങ്ങളാ പുരുഷന്മാരി, അത് സത്യാണ്. പക്ഷെ ഉള്ള സ്ത്രീകൾ ഇന്ന് പുരുഷന്മാരെ പോലെ ലോറി ഓടിക്കുകയും വർക്ക്ഷോപ്പ് നടത്തുകയും ചെയ്യുന്നു. ആ വാക്ക് എഴുതൊരു പുരുഷൻ തന്നെ. പെണ്ണുങ്ങൾ വായിക്കരുതെന്ന് വിചാരിച്ചിട്ട് നിശ്ചയദാർ കൊലക്ക. അതുപോട്ടെ എടെത്തിനിപ്പോ ചെയ്യുന്നു. വിലക്കയറ്റത്തിന്റെ ഈ കാലഘട്ടങ്ങളിൽ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും എന്തെങ്കിലും തരത്തിലുള്ള തൊഴിൽ ഏർപ്പെടേണ്ടതാണ്. കറക്റ്റാണ് പറഞ്ഞത് അക്ഷരം പ്രതി. തങ്ങളുടേത് മാത്രമായ ഒരു വരുമാനം സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്നു, തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കുന്നു. ചെറിയ ആവശ്യത്തിനു പോലും ഭർത്താവിന്റെ മുന്നിൽ കൈനീട്ടേണ്ട നാണക്കേടിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കുന്നു. മൂസക്കായ്ക്ക് ഇച്ചിരി അഹങ്കാരമുണ്ട്, അതൊക്കെ ഞാൻ മാറ്റിക്കൊടുക്കും. എടേനു എന്തൊക്കെ പണികളാണല്ലോ സഹായിക്കേ? പാവനിർമ്മാണം അയക്കുണ്ടാക്കാൻ അറിഞ്ഞൂടാ. എന്തോ പഞ്ഞിക്കെട്ട് ഉരുട്ടി ഉണ്ടാക്കണേക്ക് അറിഞ്ഞൂടാ. ആഭരണ നിർമ്മാണം മാണ്ട. ആ ഉണ്ടാക്കിയ ഇവിടെ റസി ഒരു സ്വൈര്യവും തരൂല. ഉള്ള മുഴുവൻ ഓളിട്ട് കോളേജിലേക്ക് ചമഞ്ഞ് അങ്ങോട്ട് പോകും. ആ മാണ്ട ആയിക്ക് നഷ്ടക്കൊച്ചോടാ. കേക്ക് നിർമ്മാണം മാണ്ട. ആ ഉണ്ടാക്കിയ റിസ്പാൻ കുത്തിരുന്ന് തിന്നാൻ തുടങ്ങും. മാണ്ട ഔക്ക് നഷ്ട. തയ്യൽ കൊള്ളാം. എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനമാണ്. ഇനി എന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് മൂസക്കായന്റെ മുന്നിൽ നമ്മൾ കൈ നീട്ടൂല. എന്തൊരു ഗൗരവോ. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ മുന്നിൽ കൈ നീട്ടൂല. എന്തുപറ്റി? കൈക്കുന്ന പ്രശ്നം ഉയ്യണോ? അതൊന്നല്ല, ഞാൻ സ്വയം പര്യാപ്തിയാവാൻ പോവുകയാണ്. ഇത്രയും കാലങ്ങൾ ഇനി ഈ വീട്ടിനുള്ളിൽ അടച്ചിട്ടു. ഇനി അത് നടക്കൂല. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളും ഉണ്ട്. സ്ത്രീകൾ വരുമാനം കണ്ടെത്തതിന്റെ ആവശ്യകത വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു വരുമാന മാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്താണ് എന്റെ വരുമാന മാർഗം? ഞാൻ തുന്നൽ തുടങ്ങാൻ പോവുകയാണ്. അതിനെനിക്ക് തുന്നാൻ അറിയുന്ന ആരും പറഞ്ഞു? ഒരു തുന്നൽ മെഷീൻ ഇവിടെ ഒരു ഉപയോഗം ഇല്ലാണ്ട് കിടക്കില്ലേ? അത്യാവശ്യം തുന്നലൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഉമ്മ ചിന്ന പഠിപ്പിച്ചിക്കണ്. അതെ, വീട്ടിലിപ്പോ എന്തെങ്കിലും അത്യാവശ്യം കീറിയ തുന്നലാണെങ്കിലും ഓക്കെ. അല്ലാതെ നാട്ടുകാരതൊക്കെ ഈ തുന്നാൻ നിന്നാലുണ്ടല്ലോ
ഓരോ വായിലിരിക്കണ കേക്കേണ്ടി വരും കേട്ടോ പത്തോ. നിങ്ങളൊരു മൂരാച്ചിയാണ്. ഞാൻ സ്വയം പര്യാപ്തമാവണം നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഇങ്ങനത്തെ പുരുഷ സമൂഹമാണ് ഞങ്ങൾ ഇത്രയും കാലം അടിച്ചമർത്തിയത്. ഇനി അത് നടക്കില്ല. ഞങ്ങളുടേതായ സ്വാതന്ത്ര്യത്തിൽ പറന്നുയരുകയാണ്. ഇങ്ങനെ പറന്നുയരണ്ടെന്നൊന്നും ഞമ്മള് പറഞ്ഞിട്ടില്ല. അറിയുന്ന പണി ചെയ്താ പോരെ പത്തുവോ. നിങ്ങൾ പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ അടുക്കള പണി മുറ്റടിക്കലൊക്കെ എനിക്ക് അറിയാവുന്ന പണിന്ന് പറയണേ. അങ്ങനെ നമ്മള് പറഞ്ഞില്ല. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ തുന്നി തുന്നി പൈസ ഉണ്ടാക്കും. നിങ്ങളെ മുന്നിൽ വന്ന് തെണ്ടാൻ ഇനി ഞമ്മളെ കിട്ടൂല. ഭർത്താക്കന്മാരെ സഹായം ഇല്ലാണ്ട് ഞങ്ങൾ സ്ത്രീകൾ മുന്നോട്ട് പോകും. ഓ ആയിക്കോട്ടെ. മുസക്കായി ആ തയ്യൽ മെഷീൻ എടുക്കാൻ ഒന്ന് സഹായിക്കോ? എന്താണ് ഇങ്ങനെ തയ്യൽ മെഷീൻ തട്ടുംപുറത്തുനിന്ന് എടുക്കാൻ. നിങ്ങളല്ല പറഞ്ഞേ നിങ്ങള് സ്വയം പര്യാപ്തത കൈവരിച്ചു എന്നൊക്കെ. എന്നിട്ട് എന്തേ? അത് പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിട്ടാണ്. അതന്നെയാ പറഞ്ഞേ. ആണുങ്ങൾ ഇല്ലാണ്ട് ഒന്നും നടക്കൂല പത്തുവോ. ബാ പോര് എടുത്തുതരാ ഒരു സ്വയം പര്യാപ്തത. നടക്കൂല പറ്റൂ. ഇതിന് ഞാൻ പകരം വീട്ടിൽ എന്നെ ചെയ്യും. മൂപ്പർ തയ്യൽ മെഷീൻ എടുക്കൂ, ഞാനിങ്ങനെ എടുക്കുന്ന പോലെ അഭിനയിക്കൂ. മൂസക്കായേ ഇവിടെ ഇവിടെ അല്ലേ ഒഴിക്കണ്ടേ? ഇതിന്റെ അകത്തേക്ക്. അതിന്റെ അകത്തേക്ക് പുറത്തേക്ക് ആക്കല്ലേ? എത്ര ഉള്ളി ഒഴിക്കണോ? ഒരു 3-2.5 തുള്ളി ഒഴിച്ചോളൂ. ഇവിടെ വേണ്ടേ? ഇതെന്തിനാ ഇപ്പഴത്തെ? അപ്പൊ ഈ അറിഞ്ഞില്ലേ ഉമ്മ തയ്യൽ ക്ലാസ് തുടങ്ങാൻ പോണ്. അതിന് ഉമ്മക്ക് വല്ലതും തയ്ക്കാൻ അറിയോ? അന്റെ ചുരിദാർ കീറിയപ്പോ ആരായിനടി തുന്നിയേ? ഞാനല്ലേ? അതിനുശേഷം ആ ചുരിദാർ ഇടാനും പറ്റിയിട്ടില്ല. എന്റെ ഷർട്ടിന്റെ പോക്കറ്റ് കീറിയിട്ട് തുന്നിയപ്പോ പോക്കറ്റിന് തൊളയില്ലാന്ന് മുഴുവൻ തുന്നി വെച്ചിരിക്കുന്നു. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. പറ്റും. അതിന് ഇതിപ്പോ ഒരാപത്തല്ലല്ലോ, രണ്ടെണ്ണല്ലേ. പഠിച്ചോനെ തുണി തയ്ച്ചു പോണവര് തിരിച്ചിവിടെ വന്ന് പെരക്ക് തീ വെക്കണ്ടെന്നാ മതി. ഇനി പുരുഷ സമൂഹത്തിന്റെ ഇത്തരം പിന്തിരിപ്പൻ ശ്രമങ്ങൾ എനിക്ക് ഭയമില്ല. അടുത്ത വീട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തുന്നൽ പീടിയ തുടങ്ങണ കാര്യം ഓലക്കയ്ക്ക് തുന്നാൻ തരും. അടുത്ത കൊല്ലം ടൗണിൽ ഒരു കട ഇടണം. ഉമ്മ തുന്നണെങ്കില് മിനിമം കയ്യും കാലും വേണം. ഉമ്മ തുന്നിയാല് നാട്ടുകാർ കയ്യും കാലും തല്ലി ഒടിക്കും. ഈ ഇത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം ഈ ആ വർഗത്തിൽ പെട്ടതാണ് പുരുഷ വർഗം. അടിച്ചമർത്തിക്കോളൂ, പക്ഷെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. മോളെ ഈന്റെ വള്ളിടി. തയ്യൽ മിഷൻ ചുമന്ന് ഇവിടെ കൊണ്ടക്കായും പുരുഷവർഗം വേണ്ടിയല്ലോ. ഉമ്മ, പുരുഷനോട് മത്സരിക്കലല്ല സ്ത്രീകൾ ചെയ്യേണ്ടത്. ഒരുമിച്ച് ചേർന്ന് പരസ്പരം മനസ്സിലാക്കി ബഹുമാനിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സ്ത്രീയും പുരുഷനും തുല്യ പ്രാധാന്യമുള്ളവരാവുന്നത്. മോളെ, പെണ്ണുങ്ങൾ എന്ന് ബഹിരാകാശത്ത് വരെ പോണി. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ രാഷ്ട്രപതി ഉണ്ടായി. എന്തിന്? സ്ത്രീകൾ തെങ്ങിന്റെ മുകളിൽ വരെ കേറിയിട്ട് തേങ്ങ ഇടുന്നു. അന്ന കെട്ടണതിന് ഭേദേ ഏതേലും തെങ്ങിന്റെ മേലെ കയറിയിട്ട് 2 കൈ അങ്ങോട്ട് വിട്ടാ മതി. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും അത് ചെയ്യാലോ. മോളിലെത്തിയിട്ട് കയ്യങ്ങ് വിട്ടോടി. അന്ന കെട്ടിപ്പോയില്ലേ, ഒരു ദുരന്തം നടന്നില്ലേ. ഇനിയിപ്പോ മനഃപൂർവ്വം എന്തിനാ വേറെ ദുരന്തം ഉണ്ടാക്കണേ? ഉമ്മ ദാ ഇങ്ങോട്ട് നോക്ക്. ഉമ്മ ഏറ്റവും കൂടുതൽ പരാതി കിട്ടുന്ന ജോലിയാണ് ഈ തയ്യല്. ഉമ്മക്ക് തന്നെ ബ്ലൗസ് തുന്നി കിട്ടിയാല് തുന്നിയവരുടെ എത്ര കംപ്ലൈന്റ്സാ ഉമ്മ പറയാറ്. അതുപോലെ ഉമ്മാനോടും പറയും കസ്റ്റമേഴ്സ്. പറയും ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യൂല. ഫാത്തിമ ടൈലേഴ്സ്, പ്രൊപ്പറേറ്റർ ഫാത്തിമ സിയം. അപ്പൊ പേരിട്ട് കഴിഞ്ഞോ? പിന്നല്ലാണ്ട് ഉടനെ ഇവിടെ ബോർഡും തൂക്കും. ഈ ബോർഡൊക്കെ വെക്കണെങ്കിലേ അനുമതി ലൈസൻസ് ഒക്കെ വേണോ? ഇഞ്ച പുരോഗതി നിങ്ങൾക്ക് സൈക്കിളില്ല. വലിയ പുരോഗതിയാ. സ്ത്രീകൾ നിങ്ങൾക്ക് അറിയില്ല. ശ്രീ അമ്മയാണ്, ശ്രീ പെങ്ങളാണ്, ശ്രീ ദേവിയാണ്. സ്ത്രീ ഒരു സീരിയലും ആണ്. അത് ശ്രീ അല്ല, ശ്രീധനാണ്. MIT Musa. MIT Musa. നിക്ക് ഞാനൊന്ന് അളന്ന് നോക്കട്ടെ. അവിടെ നിക്ക്. റെഡി. അളന്ന് നോക്കട്ടെ. മാറ്റിക്കണ്ടേ അറബിക്കണേ. കുറച്ച് വലത്തോട്ടേക്ക്, കുറച്ച് ഇങ്ങോട്ടേക്ക്. നോക്കട്ടെ വിലങ്ങന. കറക്റ്റാ, നേരെ. വെറുതെ ഓരോ ഫാഷനുകളാ ഓരോ ദിവസം തയ്യലില് വന്നോണ്ടിരിക്കുന്നേ. ഉമ്മ കയറ്റാൻ വല്ലതും അറിയോ? പിന്നല്ലാണ്ട് സീരിയലാണ് മോളെ പെണ്ണുങ്ങള് ഫേഷൻ കൊണ്ടുവരുന്നേ. എല്ലാ സീരിയലും മുടങ്ങാണ്ട് കണ്ട് നമ്മള് ഫേഷൻ ഇങ്ങനെ വെട്ടിയെടുക്കും. അപ്പൊ അതിനൂടെയുള്ള അടവല്ലേ ഈ ബോർഡ് വെക്കാൻ വെച്ച പൈസ തിരിച്ചു കിട്ടിയാ മതി. ഈ ഒന്ന് പോടായിരുന്നു മിണ്ടാണ്ട്. എന്നെ നമ്മള് വെട്ടിക്കാളുട്ടോ. എങ്ങനെ മിണ്ടാണ്ട് നിക്കും മോളെ? പുരുഷവർഗല്ലേ ഇത്. ഞാൻ പുരുഷവർഗല്ല, മനുഷ്യവർഗ. അല്ല എന്തെത്താ 10-30? ഈ ബോർഡൊക്കെ വെക്കാൻ രജിസ്ട്രേഷനും ലൈസൻസ് ഒക്കെ വേണോ? നിങ്ങളത് പോയായിരുന്നീ. ഒരു ചെറിയ ബോർഡ് വെക്കണേ, അത് ഉഞ്ച പറമ്പില്, ഇഞ്ച ബ്ലൗമേലി, ഇഞ്ച മോളെഴുതിയ ബോഡി.
സ്ത്രീകൾ എന്ത് ചെയ്താൽ ഈ പുരുഷന്മാര് ലൊട്ടിലൊടുക്ക് ന്യായങ്ങളായിട്ട് വരുമല്ലോ അതാണ്. പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാ എന്താ ചെയ്യാ ഉമ്മക്ക്? അല്ലുമ്മ പോലീസ് വല്ലതും പിടിക്കോ? പോലീസ് അല്ല പട്ടാളം വന്നാലും ഉമ്മ ഇങ്ങനെ വെട്ടി 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 എടുക്കും. ഓൽക്ക് അറിഞ്ഞൂടാ, ഓലറിയും സ്ത്രീ ശക്തി എന്താണ് ഇനി. ഉപ്പ കുതിരവട്ടത്ത് കൊണ്ടോണ്ടിരുന്നാണ് എന്റെ സംശയം. ആടിയൊന്നും എടുക്കൂല, അതിനെക്കാട്ടും ഓവറാത്. ഏ ആ ദാ കണ്ട മോളെ, ഈ പുരുഷ വർഗത്തിനോട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. വാ വാ, വാ. വാ, പോ. ഉമ്മോട് പോയിടാ നിക്ക്. ആണെങ്കിൽ ബോർഡ് ശരിക്കും വായിച്ചു പഠിച്ചോ. ആറ്റിക്കൊടുക്കാൻ ഏ, പറ്റും. താഴത്തുള്ളൊക്കെ വായിച്ചു പഠിച്ചോളി. കൂട്ടിക്കാൻ നിന്ന് ഞാനെന്താക്കാനാ നീ പ്രോപ്പറേറ്റർ ഫാത്തിമ. പ്രൊപ്പറേറ്റർ ഫാത്തിമ. നാളത്തെ കാണാ. നോക്കി മുറിച്ചേ. പാത്തുവോ ബെസ്കിന്റെ വല്ലതും കഴിക്കാൻ എടുക്ക്. അല്ലോ, ഏ? ഇപ്പോഴാണ് ഓർത്ത് അരിയിട്ടില്ല. ദാ തുന്നാനുണ്ടായിനു. അതെന്ത് പണിയാണ് പാത്തുവോ? മനുഷ്യന് പഴിച്ചിട്ട് വയ്യവിടെ. വീട്ടു ജോലികൾക്ക് ഭാര്യനെ ഭർത്താവിന് സഹായിക്കാം. സഹായിക്കാൻ ഈ എന്തെങ്കിലും വീട്ടുപണി ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്താലല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ. ഒരു നേരം ഭർത്താവ് അരി ഇട്ടെന്ന് വെച്ചാലൊന്നും ആകാശം കുത്തൻ ഇടിഞ്ഞു വെക്കൊന്നുമില്ല. ആ കുക്കറിലേക്ക് ഇട്ടാതി അരമണിക്കൂർ കൊണ്ട് അങ്ങോട്ട് ഓ ആയിക്കോളും. വല്ലാതെ വിശദീകരിക്കൊന്നും വേണ്ട, ഞമ്മക്കറിയാം. മോളെ ഈ വാ, നമുക്ക് കുക്കറിൽ അരിയിടുക. ഓള് ഹുക്ക് പിടിക്കുക. പിന്നെ മോളെ ചുരിദാറാണത്. റിസ്വാനില്ലേ, ഓനെ വിളിച്ചോളി. നുസ്മാനെ എന്താണ്? ഇങ്ങട് വാ. ആ. അപ്പൊ നിങ്ങള് സ്ത്രീകൾ സംഘം ചേർന്നുള്ള ആക്രമണാണ് അല്ലേ? ഡാ നമുക്ക് അരിയിട്ടാ. ഡാ പിന്നെ ഇങ്ങോട്ട് നോക്ക്. ഏ? അന്റെ ഫെമിനിസ്റ്റ് അധിക നാൾ കൊണ്ടുപോവാന്ന് എനിക്ക് വിചാരിക്കണ്ട. മോനെ റിസ്വാനെ, ഞമ്മള് പുരുഷന്മാരൊന്ന് കരുതി ഇരിക്കണം നല്ലതാ. എന്ത് പേടിക്കാനാണ് ഇപ്പാ? ഇവര് വെറും എലികള്, ഇവള് പുലികളല്ലേ? എന്നാ രണ്ട് പുലികളോട് പോയിട്ട് ചോറും കൂട്ടാൻ ഇങ്ങോട്ട് വെച്ചോളിട്ടോ, നമ്മൾ തിന്നാൻ വരാം. കൊച്ചുകുട്ടികൾ അവിടെ നിന്നോളി, ഞമ്മള് കൊണ്ടുവരാ. വാടാ. അവളൊരു സ്ത്രീശക്തി. ആ മോനെ റിസ്വാനെ, ഈ അരി എടുത്ത് കേക്കിട്. ഉപ്പ തേങ്ങ ചിരകട്ടെ. അല്ലുപ്പാ, അരി എത്ര എടുക്കണ്ടേ? അരി എണ്ണ, അരി എണ്ണോ? അരി എണ്ണത്തിരണ്ട് എടുക്കല് നാണക്കേട് ഉണ്ടാക്കുക. അരി രണ്ട് നായി എടുക്കുക. നായോ? നായി നിറഞ്ഞല്ല അറിയില്ലേ? ഈ എന്ത് ന്യൂ ജനറേഷൻ ആണ്ടാ ഈ? 2 ഗ്ലാസ്സിൽ അരി എടുത്ത് ഇതിനകത്ത് ഇട്, എന്നിട്ട് കേക്ക്. അങ്ങനെ വൃത്തിയിട്ട സാധനം മണ്ണ് ഞാനോ. അറിയില്ലേ? മോളെ ഈ തേങ്ങ ഒന്ന് ചെറുക്കി തരോ ഈ? ഉക്ക് പിടിപ്പിച്ച് തീർന്നില്ലപ്പാ. ഒരു തേങ്ങ ചിരണ്ടി ചാണങ്ങളെ മാനൊന്നും പോവില്ല. ജ്യൂസോ പാലോ വേണമെങ്കിൽ പറഞ്ഞോളി. വേണ്ട, സ്ത്രീശക്തി കുറഞ്ഞോണ്ടാ. വേഗം ചോറുണ്ടാക്കി നമുക്ക് പൈക്കണേ. അന്നോടൊക്കെ പടച്ചോൻ ചോദിച്ചോളടി. പഠിച്ചോന് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിന്റെ അടുത്ത് ആ പഠിച്ചോൻ ചോറ് വെക്കാത്ത കഥ വെക്കണേ. നിങ്ങളൊന്ന് പോയായിരുന്നേ. മതി. അതാ ചോറ് വെന്തിയില്ല. അരി വേവ് കൂടുതലുള്ളതാണ്. 2 വിസിലടിക്കണം നമ്മൾ പറഞ്ഞല്ലേ. ഒരു വിസിലടിച്ച് രണ്ടാമത്തെ വിസിൽ നോക്കി ഇതിനെ അടിച്ചില്ല. പിന്നെ നമ്മളൊരു വിസിലടിച്ചിട്ട് സംഭവം കൊണ്ട് ഓഫാക്കി. ഞാനാ ചോറുണ്ടാക്കിയെങ്കിൽ അരി വെന്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുതുകുല ഉണ്ടാക്കല്ലോ നിങ്ങള്. സ്ത്രീകളെ ബുദ്ധിമുട്ടൊന്ന് അറിഞ്ഞിരിക്കണ നല്ലതാ. കറിയൊന്നും ഇല്ലാത്തോണ്ട് ഊണൊരു സുഖമില്ല. ഈ ചോറും ചമ്മന്തിയും പപ്പടം ഉണ്ടല്ലോ, നല്ല കോമ്പിനേഷനാ മോളെ. ചമ്മന്തി. എന്നാ മോനെ കഴിക്ക്. നാ, ഇവിടെ ഇട്ടോളി. നേരത്തുണ്ടല്ലോ മോളെ, കറി കുറവാണെന്ന് പറഞ്ഞിട്ട് ചില പുരുഷന്മാര് അങ്ങനെയിട്ട് പോവുകയും കറിയൊക്കെ ഉണ്ടാക്കേണ്ട പാട് എത്ര ആണെന്ന് ഇപ്പൊ അറിയല്ലോ. അടുക്കള ജോലി എന്ന് പറഞ്ഞ നിസ്സാരല്ലുപ്പാ. ഭക്ഷണം ഉണ്ടാക്കണം, പാത്രം കഴുകണം, പിന്നെ വൃത്തിയാക്കണം. ഇതൊക്കെ പുരുഷവർഗത്തിന് വെറും നിസ്സാരം. പക്ഷെ ഓലോട് ചെയ്യാൻ പറഞ്ഞാല് ഓല് വാ പൊളിക്കും. ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഇല്ലേ റിസ്വാനെ? പപ്പടം ഉഷാറായിക്കുണ്ട് ഉപ്പ.